ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം തേർഡ് പാർട്ടിയോടും നിങ്ങളോടുമുള്ള ഒരു കറന്റ് ഫീലിംഗ് എന്താണ്? വളരെ യാദൃശ്ചികമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു റീഡിംഗ്, ഈ ഒരു സമയം നിങ്ങൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന ഡിവൈൻ മെസ്സേജസ് ആണ്. ഈ ഒരു സമയം മനസ്സൽപ്പം ഒന്ന് ശാന്തമാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് സ്യൂട്ടാകും. ആദ്യം നമുക്ക് നിങ്ങളോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറന്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഹേ യൂണിവേഴ്സ്, ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിംഗ് എന്താണ്? നമുക്ക് നോക്കാം. 2 സോർട്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു തീരുമാനം ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ബ്ലോക്ക്, നിങ്ങളോടൊരു ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അവയൊന്നും തുറന്ന് പ്രകടിപ്പിക്കാനോ ഒരു തീരുമാനത്തിലേക്കോ ഒന്നും വരാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് എന്ന് കാണിക്കുന്നു. കാരണം നിങ്ങളുടെ ബന്ധത്തിലെ ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ മാനസികമായിട്ട് അടുക്കാൻ പറ്റാത്ത വിധം മിണ്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് മാനസികമായിട്ട് ഒരുപാട് തളർന്ന അവസ്ഥ, തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാനാവാതെ കൺഫ്യൂഷനിലിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 9 ഓഫ് സോർട്സ് ആണ്. ഈ ഒരു ബന്ധത്തെ പറ്റി വലിയ മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദം, ഒരു കുറ്റബോധമൊക്കെ ഉണ്ട്, ഭയം, അല്ലെങ്കിൽ രാത്രിയിലുമൊക്കെ ഒരുപാട് ഉറക്കമൊഴിഞ്ഞ് ചിന്തിക്കുന്ന തരത്തിലുള്ള ആശങ്കകൾ, അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഈ 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. കാരണം രാത്രിയിൽ ഉറക്കമേ ഇല്ല. എങ്ങനെ ഉറങ്ങും? ഒരു കാലത്ത് അവരെ മാത്രം ലോകമായി കണ്ട് സ്നേഹം മാത്രം കൊടുക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയായ നിങ്ങളെ ഒരുപാട് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച്, തേർഡ് പാർട്ടി ഉൾപ്പെടെയുള്ള സിറ്റുവേഷൻസ് എല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ നിന്നതിൻ്റെ ആ ഒരു കുറ്റബോധം, അതിനുശേഷം ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ പ്രതികരണം ഓർക്കാൻ ഏറെയുണ്ട് അവർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും ഒരു മാനസിക സമ്മർദ്ദം ഉള്ള ഒരവസ്ഥയായിരിക്കാം 9 ഓഫ് സോർട്സ് കാണിക്കുന്നത്. കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 2 പേർക്കും ഒരുപോലെയാണ്. ഒരു നോ കോണ്ടാക്റ്റിലേക്കോ ഒരു ബ്രേക്കപ്പിലേക്കോ ഒക്കെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളെ 2 പേരെയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ സമാധാനമായി കിടന്ന് 2 പേരും ഉറങ്ങും? നെക്സ്റ്റ് വന്നിരിക്കുന്ന 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു വേൾഡ് തന്നെയായിരുന്നു. ഒരു കാലത്ത് നിങ്ങളുടെ വേൾഡ് അവരും, അവരുടെ വേൾഡ് നിങ്ങളും. അവിടെ സ്നേഹം മാത്രം. 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പമുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പൂർണ്ണത, കുടുംബം പോലെ കണ്ടിരുന്ന ബന്ധം, ദീർഘകാല സന്തോഷം എന്നിവയുടെ സാധ്യതയൊക്കെ തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നു. ചുറ്റുപാടും ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങളില്ലാത്ത ഒരു വേൾഡ് എന്ന് പറയുന്നത് ഒരു അപൂർണമാണ് അവരെ സംബന്ധിച്ച്. നെക്സ്റ്റ് വന്നിരിക്കുന്ന പേജ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത് നിങ്ങളെപ്പറ്റി ശരിക്കും അറിയാനുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, നിങ്ങൾ എങ്ങനെയാണ്, എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയെ സൂചിപ്പിക്കുന്നു. കാരണം നിങ്ങളെപ്പറ്റി അവർക്ക് അറിയണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, നിങ്ങളിനി ഏതവസ്ഥയിലാണ്, നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലാണോ, അതല്ല നിങ്ങളിനി വേറൊരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞോ, ഇതെല്ലാം ഒരു അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു കൗതുകം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ. ഓവറോൾ ഈ ഒരു 4 കാർഡിന്റെ സ്പ്രെഡിനകത്ത് കാണിക്കുന്ന അവരുടെ ഒരു കറന്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളോട് ഇപ്പോഴും ഒരു വികാരങ്ങളും സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ഭയം എന്ന് പറയുന്നത് ഇനി നിങ്ങളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാകാം നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഭയം, നിങ്ങളിനി റിജക്ട് ചെയ്ത് വിട്ടാലോ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ അവർക്കുണ്ടെന്ന് കാണിക്കുന്നു. ഇതിനെല്ലാം പുറമെ ശരിക്കുമുള്ള ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ സകല ക്ലാരിറ്റിയും നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. കാരണം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴക്ക് നടന്ന് 2 പേരും 2 സൈഡിലേക്ക് പോയി ഒരു ബ്രേക്കപ്പ് എനർജിയിലൊക്കെ നിൽക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. എന്താണെന്ന് അവിടെ നടക്കുന്നത് എന്ന് പരസ്പരം അറിയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാകുമ്പോൾ ശരിക്കും ഓവർ തിങ്ക് എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് അതൊരു വളമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം, കൺഫ്യൂഷൻ. ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ തേർഡ് പാർട്ടിയോടുള്ള ഒരു കറന്റ് ഫീലിംഗ് എന്താണ്? ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് ദ ചാരിയറ്റ്, സ്റ്റാർ, ഹെർമിറ്റ്, ദ സൺ. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം, അതിനെ സൂചിപ്പിക്കുന്നു. അതായത് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തി അത്ര പൂർണ്ണമായിട്ടുള്ള ഒരു നെഗറ്റീവ് അവസ്ഥയിലല്ല, അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള ശ്രമം. സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ, ഹീലിംഗ്, ഇതിനെയൊക്കെ കാണിക്കുന്ന കാർഡാണ്. ഈ ഒരു ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം കൊണ്ടുവരണം,
ഒരു പുരോഗതി കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുടെ എനർജി. കാരണം നിങ്ങളുടെ ബന്ധത്തിലെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലി തന്നെ ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഫാമിലിയെ വിട്ടുകളയാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ ചൊല്ലി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് കൺട്രോളിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾ പരമാവധി ശ്രമിക്കുന്ന ഒരു എനർജി. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഹെർമിറ്റ് കാർഡ് എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട കാർഡാണ്. വികാരപരമായി അകലം പാലിക്കൽ, ഒരു ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്ന അവസ്ഥ. ഇവിടെ ഒരു സ്റ്റാർ കാർഡ് ഒരു പ്രതീക്ഷയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഹെർമിറ്റ് വന്നതിനാൽ തന്നെ വികാര പ്രകടനമൊക്കെ കുറയുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. കാരണം ഒരു സമയത്ത് അവരുടെ ഫുൾ എനർജി നിങ്ങളായിരുന്നു. ഇപ്പോൾ എനർജി ഡിവൈഡ് ആയിട്ടുണ്ട്. അവരെ എല്ലാ കാര്യങ്ങളിലും താങ്ങി നിർത്തിയിരുന്ന നിങ്ങളുടെ എനർജി ഇപ്പോൾ അവർക്കൊപ്പമില്ല. ആ ഒരു ശൂന്യത അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ഡിവൈൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ സൺ കാർഡാണ്. ഒരു സന്തോഷകരമായിട്ടുള്ള ഇടപെടലുകൾ, വ്യക്തത അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ ഇവയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഈ ഒരു സൺ കാർഡ് എന്ന് പറയുന്നത്. ചിലർക്കിത് ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിരിക്കാം, ആ ഒരു സമയത്തുള്ള ഒരു എനർജി. കാരണം നിങ്ങളുടെ വ്യക്തി വിട്ടുപോകാതിരിക്കാൻ തേർഡ് പാർട്ടി ദ മാക്സിമം ലെവലിൽ അവരെ കൊണ്ട് കഴിയുന്നതിലധികം അവർ ശ്രമിക്കുന്നുണ്ടാകാം. ഓവറോൾ ഒരു കറന്റ് എനർജി നോക്കുന്ന സമയത്ത് തേർഡ് പാർട്ടിയുമായിട്ടൊരു പൂർണ്ണമായിട്ടൊരു നെഗറ്റീവ് അവസ്ഥയല്ല. അല്പസ്വല്പം സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മുന്നോട്ട് പോകാനുള്ള ശ്രമം, പ്രതീക്ഷ. പക്ഷേ ഹെർമിറ്റ് കാർഡ് കാരണം വികാരപരമായിട്ടുള്ള അകലം അല്ലെങ്കിൽ സ്വയം വിലയിരുത്തൽ ഒക്കെ ഒരേ സമയം നടക്കുന്ന അവസ്ഥ. ഇത് ഒരു ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജി അല്ല. നല്ലൊരു ബന്ധം, ഒരു ഹീലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു ബന്ധം. ചിലർക്കിത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ആകാം. പക്ഷേ നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളുമായിട്ടുള്ള ആ ഒരു എനർജി നോക്കുമ്പോഴാണ് നമുക്ക് 10 ഓഫ് കപ്സ് കിട്ടിയിരിക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള സ്നേഹം കാണിക്കുന്ന ആ ഒരു കാർഡ്. ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ എങ്ങനെ അവർ നിങ്ങളെ മറക്കും? നമുക്കിനി നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം എന്താണെന്ന് നോക്കാം. വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് വൺസ് ആണ്. വീണ്ടും നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു കണ്ടുമുട്ടലിനെ സൂചിപ്പിക്കുന്നു. ബന്ധത്തിലൊരു ചെറിയൊരു സ്ഥിരതയൊക്കെ വരുന്നു. കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനൊരു ഉറച്ച അടിത്തറ വരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ചിലർക്കിത് തെറ്റിദ്ധാരണകളെല്ലാം തന്നെ അകന്ന് ഒരു വിവാഹം അല്ലെങ്കിൽ ആഘോഷിക്കാവുന്ന ഒരു മൈൽഡ് സ്റ്റോൺ ആയിട്ട് ഈ ഒരു ബന്ധം വരുന്നു എന്നതിനെ ഈ റീഡിംഗ് സൂചിപ്പിക്കുന്നു. കാരണം അവർക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് മാറ്റി നിർത്താൻ കഴിയില്ല. ഫാമിലി എനർജിയായിട്ട് ശരിക്കും കണ്ടിരിക്കുന്നത് നിങ്ങളെയാണ്. ഒരു ബന്ധത്തിലെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബന്ധത്തിന് തടസ്സങ്ങൾ നിൽക്കുന്ന എന്തുമാകാം. ചിലർക്കിത് നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് മിസ്ലീഡ് ചെയ്യിക്കുന്ന അവരുടെ തന്നെ സുഹൃത്തുക്കളാകാം. ചിലർക്കിത് നിങ്ങളുടെ ബന്ധത്തിനെതിരെ നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലി ആകാം. ചിലപ്പോഴൊക്കെ നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം തന്നെ ഈ ഒരു ബന്ധത്തിന്റെ പുരോഗതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ എനർജിയാണ്. ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോയിട്ടുള്ള ഒരാളാണ് നിങ്ങളെയെങ്കിൽ ഒരു ബന്ധത്തിൽ തുടരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് അർഹമായ രീതിയിൽ ലഭിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. ഒപ്പം നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് വാല്യൂ കൊടുക്കുക. തേർഡ് പാർട്ടി ഉള്ള ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ വ്യക്തി മടങ്ങി നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ള നിങ്ങളുടെ ഒരു വിശ്വാസം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ്, ഇതിനേക്കാൾ പ്രയോറിറ്റി തേർഡ് പാർട്ടിക്ക് പോകുന്നുണ്ടോ എന്നുള്ള ആ ഒരു മനസ്സിന്റെ ആ ഒരു വെപ്രാളം നിങ്ങളുടെ വ്യക്തിയോടോ മറ്റൊരാളോടോ തുറന്നു പറയാനാകാതെ മനസ്സിലിങ്ങനെ ഭാരം കൊണ്ടു കിടക്കേണ്ട അവസ്ഥ. ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നറിയുന്ന ആ ഒരു നിമിഷം മുതൽ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഈ ഒരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമ ഇതെല്ലാം തന്നെ ഇതിനാവശ്യമാണ്. മനസ്സെപ്പോഴും ആങ്ഷ്യസ് ആയിക്കൊണ്ടേയിരിക്കും, ആകാംക്ഷ. ഇപ്പോഴെവിടെയായിരിക്കും, അവർക്കൊപ്പം ആയിരിക്കുമോ, സന്തോഷമായിട്ടിരിക്കുന്നു, എന്നെ ഓർക്കാറുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ളൊരു 100 കൂട്ടം ചിന്തകളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു ചിന്തയും കാഴ്ചയും എല്ലാം തന്നെ നിങ്ങളുടെ ആ ഒരു വ്യക്തിയിലേക്കും അവർ മൂലം ഉണ്ടായ ആ ഒരു തേർഡ് പാർട്ടിയിലേക്കും എപ്പോഴും ഓപ്പൺ ആക്കി വെക്കേണ്ടുന്ന ഒരവസ്ഥ. ഫുൾ എനർജി അങ്ങോട്ടേക്കാണ്. സ്വന്തം കാര്യത്തിനോ അല്ലെങ്കിൽ കരിയറിനോ ഒന്നും തന്നെ എടുക്കാൻ എനർജി ഇല്ല. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്ത ഒരു ബന്ധത്തിൽ നിന്നും 2 പേർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ ഒരു എനർജി ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു റീയൂണിയൻ ഉണ്ടാവുക, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുക. പറയുന്ന വാക്കുകളേക്കാൾ ആക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. പ്രവൃത്തിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ബന്ധത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദ ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി സറണ്ടർ ചെയ്യുക.
നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി സറണ്ടർ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം ഡിവൈനായിട്ട് കൊണ്ടുതരുന്നത്. നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിൽ ഒരു തീരുമാനമെടുക്കാനാവാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ നിങ്ങളുടെ എനർജി മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിലുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റും ഡീറ്റെയിൽസും എല്ലാം തന്നെ ആ ഒരു നമ്പറിൽ ലഭ്യമാണ്. അത്യാവശ്യം ടാറോട്ട് റീഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും എൻ്റെ വിശേഷാൽ പ്രാർത്ഥനയിലെല്ലാം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ ഒരു റീയൂണിയൻ നടന്ന് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്.